എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ, രാധേ രാധേ. അപ്പോൾ ഇന്ന് ഞാൻ രേക്കിയെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് രേക്കി? ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും നിങ്ങളിൽ കൂടുതൽ ആൾക്കാർക്കും മനസ്സിലാവില്ല. സിമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനതൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് വായിക്കുന്നത്. നിങ്ങളും കേട്ടോളുക. അപ്പോൾ നമ്മുടെ ബോഡിയിലെ എനർജി സ്റ്റക്കാകാം. അതെന്താണെന്ന് പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ, ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിന് വല്ലാണ്ട് ആഘാതം ഉണ്ടാക്കും. എനർജി ബ്ലോക്ക് ആക്കും നമ്മുടെ എനർജി. അപ്പോൾ ഈ എനർജി ബ്ലോക്ക്സ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖം ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. നമുക്ക് ആരെങ്കിലും ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ പെയിൻ തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് ബ്ലോക്കേജസ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മനസ്സിന് വിഷമമാവും. ഇഷ്ടമുള്ളവരാരെങ്കിലും അടിക്കുകയോ വഴക്ക് പറയുകയോ എന്തെങ്കിലുമൊക്കെ പറയുമോ, ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പോൾ നമുക്കത് മാനസിക പ്രശ്നം ഉണ്ടാവും. അത് നിമിത്തം നമുക്ക് വേറെ അസുഖങ്ങൾ വരാൻ ചാൻസ്. അതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റേക്കി എനർജി നമുക്ക് ബോഡിയിൽ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ റേക്കി പഠിച്ച ഒരാളിന്, അറ്റ്യൂൺമെൻറ്റ് എടുത്ത് റേക്കി പഠിച്ച ഒരാളിന് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനെ ഹീലിംഗ് എന്ന് പറയാം, അത് ഹീല് ചെയ്ത് കൊടുക്കാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, റേക്കി എനർജി വെച്ച് നമുക്ക് ഹീലിംഗ് കുറേ അസുഖങ്ങൾക്കും ഹീല് ചെയ്യാം, പെറ്റ്സിനെ ഹീല് ചെയ്യാം. വീട്ടിൽ വളർത്തുന്ന ഇപ്പോൾ ക്യാറ്റ്സ്, ഡോഗ്സ്, ഏതൊക്കെ പെറ്റ്സൊക്കെ ഉണ്ട്, അതിനെന്തെങ്കിലും അസുഖം വന്നാലും റേക്കി എനർജി വെച്ച് ഹീൽ ചെയ്യാം. മനുഷ്യർക്കും ചെയ്യാം. വലിയ വലിയ അസുഖങ്ങൾക്ക് മുതൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക്, വയസ്സായവർക്ക്, കുട്ടികൾക്ക് വരുന്ന കുഞ്ഞ് ജലദോഷം, പനി, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾക്ക് നമുക്ക് യാതൊരു ദൂഷിക ഫലവുമില്ലാത്ത ഈ റേക്കി എനർജി വെച്ച് ഹീൽ ചെയ്യാം. റേക്കി എനർജി നമ്മുടെ ബോഡിയിലെ എനർജി നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അതിന് യാതൊരു ദൂഷണഫലവുമില്ല, ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ സ്റ്റക്കായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ നെഗറ്റീവ് എനർജീസോ മെൻ്റൽ ഇമോഷണൽ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കാനായിട്ടാണ് ഈ എനർജി സഹായിക്കുന്നത്. അതിന് ഒരിക്കലും ഒരു നെഗറ്റീവ് എഫക്റ്റേ ഇല്ല. റേക്കി എനർജി വെച്ച് നമ്മുടെ ബോഡിയിൽ എനർജി ഇങ്ങനെ നന്നായിട്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ഇതുകൊണ്ട് റിലാക്സേഷൻ നന്നായി ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല റിലീഫും കിട്ടും. അത് കൂടാതെ തന്നെ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസസും കുറയും. നമ്മൾ റേക്കി ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ ബോഡിയിലുള്ള അസുഖം ഫാസ്റ്റ്ലി റിക്കവർ ആവാനും സഹായിക്കും. അതുപോലെ നല്ല ഹാപ്പിനെസ്സും ഫീൽ ആവും. റേക്കി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ യൂണിവേഴ്സൽ എനർജി, ഒരു ചാനൽ. അതായത് ഒരു മനുഷ്യൻ, ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാനായിരിക്കും ഒരു ചാനൽ, ഭഗവാന്റെ അതായത് ഡിവൈൻ്റെ ഒരു എനർജി ചെറിയൊരു ഭാഗമായിട്ട് നമ്മൾ ചാനലിങ്, നമ്മുടാകുന്ന ചാനൽ വഴി വേറൊരാളിന് ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ കൂടിയല്ല ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഡിവൈനാണ്, അതായത് യൂണിവേഴ്സൽ എനർജിയാണത്. റേക്കി എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിസിൻ ടെക്നിക്ക് പോലെയാണ്. റേക്കിക്കുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, സന്തോഷം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവാനായിട്ടും മാറ്റാനായിട്ടും റിലീസ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കും. എല്ലാ ആൾക്കാരിലും ഒരുപോലെ ആയിരിക്കും ഈ റേക്കി എനർജി വർക്ക് ചെയ്യുന്നത്. വളരെ സേഫാണ്. ഒരു നെഗറ്റീവ് എഫക്റ്റോ ഒന്നും തന്നെ റേക്കി എനർജിക്ക് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ചക്രാസ് ബാലൻസ് ചെയ്യാനായിട്ട് റേക്കി എനർജിക്ക് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി നമുക്ക് ആ പാത്ത് ഈസി ആയിട്ട് വരും. അതുപോലെ റേക്കി എനർജി നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ ഹാർമോണി ഉണ്ടാകും. റേക്കി നമ്മുടെ സ്പിരിച്വൽ ഹീലിങ്ങിന് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റും റേക്കി കൊണ്ട് സാധിക്കും. റേക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് റേക്കിയെ പറയുന്നത്. അത് നമ്മുടെ കൈകളിൽ നമുക്ക് അതൊരു വേർഡ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്കത് കയ്യിലെടുത്ത് വേറൊരാളിന് ഹീലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും.
അത് ആ സമയം നമുക്കത് ഫീലാവും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫീലാവും. അത് നമ്മുടെ കൈക്കുള്ളിൽ വരുമ്പോൾ ഒരു ചെറിയ ഹീറ്റ് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്കത് ഫീലിങ്സ് കിട്ടും. അത് വെച്ച് നമ്മളിപ്പോൾ വേറൊരാളിന് ചെയ്യുമ്പോൾ ആ ആളിനും അതിൻ്റെ എഫക്റ്റ് കിട്ടും. റേക്കിയിൽ തന്നെ റേക്കി പഠിച്ച് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ലെവൽ, പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവലുണ്ട്, പിന്നെ മാസ്റ്റർ ലെവലുണ്ട്, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലുണ്ട്. ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്, എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമാണെന്ന് വെച്ചാൽ ഞാനിതിൽ നമ്പർ തന്നേക്കാം, അതിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ അതിന് ഒരു ചെറിയ എനർജി എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാതെ ഇത് ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കും ഫലമുണ്ടാവില്ല, എനിക്കും അത് വിഷമതകളുണ്ടാകും, എൻ്റെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് എനർജി എക്സ്ചേഞ്ച് വെച്ച് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ആദ്യമേ തന്നെ പറയുകയാണ്, എനർജി എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ റേക്കി കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആ സിമ്പിൾസിന് സീക്രട്ട് സിമ്പിൾസ് എന്നാണ് പറയുന്നത്. അതിവിടെ റിവീൽ ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. കുറച്ച് സിമ്പിൾസ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർ റിവീൽ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ റിവീൽ ചെയ്യാനുള്ളതല്ല. അത് പഠിച്ച് അറ്റ്യൂൺമെൻറ്റ് എടുത്ത് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സീക്രട്ട് സിമ്പിൾസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹീലിങ്ങിന് ആ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് അത് റേക്കിയെ കോൾ ചെയ്യേണ്ടത്, ഏതൊക്കെ സിമ്പിൾസ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് ദൂരെ ഇരിക്കുന്ന ഒരാളിനെ ഹീൽ ചെയ്യാനുള്ള വിധമുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള അസുഖമാണെങ്കിൽ അതിന് ഏത് സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും നന്നായിട്ട് കൂട്ടിത്തരും. നമുക്ക് സെൽഫ് ഹീലിംഗ് ആദ്യം ചെയ്യേണ്ടതാണ്. ആദ്യ സമയങ്ങളിൽ നമുക്ക് സെൽഫ് ഹീലിംഗ് ആദ്യം നമ്മൾ റേക്കി പഠിച്ചതിന് ശേഷം ആദ്യം നമ്മളെ ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തുള്ള ഒരാളിനെ ഹീൽ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. പിന്നെ ഓറ എന്ന് കേട്ടിട്ടുണ്ടാവും. ഞാനിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓറ എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർ ലെയറാണ്. നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലെയറാണ്. അതൊക്കെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ട്രിക്സും ഒക്കെ നമുക്ക് ഈ റേക്കി പഠിക്കുന്നതിലൂടെ മനസ്സിലാവും. ഒരു കോഴ്സ് റേക്കി ആയാൽ കൂടി നമുക്കതിൽ ഓരോ കാര്യങ്ങളും പതിയെ മനസ്സിലാക്കി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു മാജിക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. റേക്കിയെക്കുറിച്ചും പിന്നെ ഹീലിങ്ങിനെ കുറിച്ചും ഉള്ള ചെറിയ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാലും മതി. ഇത്രയേ ഉള്ളൂ. റേക്കി കോഴ്സസോ ഹീലിങ്ങോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, രാധേ രാധേ.